എൻ്റെ പേര് ഡോണ ജോസ്. ഞാൻ വയനാട്ടിൽ നിന്നാണ്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം എനിക്ക് എല്ലാ മൊഡ്യൂൾസിനും ബി ബാൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തോടും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും എൻ്റെ ടീച്ചേഴ്സ് ഫാമിലിയോടും എൻ്റെ പേഴ്സണൽ ട്യൂട്ടറിനോടുമുള്ള സ്നേഹവും സന്തോഷവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ OET ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എന്തായാലും എന്നെക്കൊണ്ട് ഓൺലൈൻ പഠിച്ച് OET അതും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ അക്കാദമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ഒരു സിസ്റ്റമിക് വേ ഓഫ് ടീച്ചിങ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിരുന്നു എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടിജു സാറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ OET ആൻഡ് ബേസിക് ഗ്രാമർ അത് വളരെയധികം എഫക്റ്റീവായിരുന്നു. ഗ്രാമർ സെക്ഷൻസൊക്കെ ഓരോ കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ക്ലാസ് കാണാനുള്ള ഒരു കൈൻഡ് ഓഫ് ക്രേവിങ് ആയിരുന്നു എനിക്ക്. പിന്നെ പറയാനുള്ളത് റൈറ്റിംഗ് മൊഡ്യൂളിനെ കുറിച്ചാണ്. ദീപ്തി മാമിൻ്റെ റൈറ്റിംഗ് സെക്ഷൻസ് വളരെയധികം എഫക്റ്റീവായിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ഇൻട്രൊഡക്ഷൻ ടു ദ കൺക്ലൂഷൻ സെൻറ്റൻസ്, ഓരോ സെൻറ്റൻസും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരുന്നു മാമിൻ്റെ ക്ലാസ്. ഓരോ കുത്തും കോമയും വിടാതെയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരുന്നു മാമിൻ്റെ ക്ലാസ്. അതും എനിക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ പറയാനുള്ളത് ബാക്കിയുള്ള മൊഡ്യൂൾസിനെ കുറിച്ചാണ്. സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് ലിസണിങ്. ഞങ്ങൾക്ക് ഈ എല്ലാ മൊഡ്യൂൾസിൻ്റെയും റെക്കോർഡഡ് ആൻഡ് ലൈവ് സെക്ഷൻസ് അവൈലബിൾ ആയിരുന്നു. റീഡിങ് ആൻഡ് ലിസണിങ് 1 to 42 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല അത് ഇത്രയും ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് മറ്റൊരു അക്കാദമിയിൽ കിട്ടുമെന്ന്. അതുപോലെ തന്നെ സ്പീക്കിങ്ങിലാണെങ്കിൽ പോലും ലൈവ് സെക്ഷൻസിലൊക്കെ വന്ന് സംസാരിക്കാൻ വളരെയധികം മടിയുള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് മാംസിൻ്റെ മോട്ടിവേഷൻ വഴി അതുപോലെ തന്നെ സ്പീക്കിങ്ങിലും എനിക്ക് ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ സാധിച്ചു. പിന്നെ പറയാനുള്ളത് എൻ്റെ ഇൻഡിവിജ്വൽ ട്യൂട്ടറിനെ പറ്റിയാണ്. മാമിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ മാമിൻ്റെ ക്ലാസ്സസും വളരെ എഫക്റ്റീവായിരുന്നു. എനിക്ക് എക്സാം അടുക്കും തോറും എനിക്ക് ടെൻഷൻ കയറിയിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് സ്പീക്കിങ്ങിലൊക്കെ ഒത്തിരി പോസസ് വരുമായിരുന്നു. പക്ഷേ എൻ്റെ ഇൻഡിവിജ്വൽ ട്യൂട്ടർ എനിക്കത് ഒരുപാട് രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാമിനോടുള്ള സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. വളരെ സപ്പോർട്ടീവായിരുന്നു എൻ്റെ ടീം, അതെടുത്ത് പറയേണ്ടതാണ്. സോ എന്നെപ്പോലെ ആരെങ്കിലും ഈ ഓൺലൈൻ പഠിച്ച് OET പാസ്സാകാൻ പറ്റുമോ എന്നുള്ള ചിന്തയുമായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും സാധിക്കും. സോ OET ട്രൈ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ ടീച്ചേഴ്സ് അക്കാദമി റെക്കമെൻഡ് ചെയ്യുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ടു ദ എൻ്റയർ ടീം. താങ്ക് യു.